പാലാ സഹൃദയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മൺസൂൺ കാല സമ്മേളനം നടന്നു. കവിതയുടെ ഭാവുകത്വ പരിണാമത്തിൽ രേഖപ്പെടാതെ പോയവർ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഉത്തരാധുനിക കവി പി രാമൻ മുഖ്യപ്രഭാഷണം നടത്തി. മാർക്കറ്റിംഗ് സാധ്യത നോക്കി എഴുതുന്നവരായി ഇന്നത്തെ എഴുത്തുകാർ മാറിയിരിക്കുന്നതായി പി രാമൻ പറഞ്ഞു. അടയാളപ്പെട്ട കവികളും അടയാളപ്പെടാത്ത കവികളും കൂടി ചേർന്ന് നിർമ്മിച്ചതാണ് നമ്മുടെ കാവ്യഭാഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാധാരണ മനുഷ്യന്റെ ചെറിയ ഭാഷ കൊണ്ട് കവിത എഴുതാം എന്ന് എൻ്റെ തലമുറയ്ക്ക് മാതൃക കാണിച്ച് മുന്നേ നടന്ന കവിയാണ് ജോണി ജേബ്ലാത്ത്. അതാണ് ജോണിയുടെ ഞാനിപ്പോൾ കാണിച്ച ചെറിയ പുസ്തകമാണത്. ക്രൈം കവിത എന്നുള്ള പുസ്തകത്തിൻ്റെ പ്രത്യേകത. ഈ പുസ്തകം ഒറ്റയ്ക്കല്ല, ഒരൊറ്റപ്പെട്ട പുസ്തകമല്ല. ഒരു 3-4 കവിതാ പുസ്തകങ്ങൾ നന്ദിപൂർവം എന്നെ പോലെ, ഞാനൊക്കെ പറയുന്നത് 90കളുടെ കവി എന്നാണ് പറയുന്നത്. 90കളുടെ കവികൾ നന്ദിപൂർവ്വം ഓർക്കുന്ന ഒരു 4-5 പുസ്തകങ്ങളുണ്ട്. എല്ലാം ഇതുപോലെ ചെറിയ പുസ്തകങ്ങളാണ്. ഞാൻ പേര് പറയാം. ഒന്ന് ക്രൈം കവിതകളാണ് ജോണിയുടെ. മറ്റൊരു പുസ്തകം അടുക്കള എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. അത് എഴുതിയ കവിയുടെ പേര് സച്ചിദാനന്ദൻ കുളങ്കരാവ്. വേറൊരു പുസ്തകത്തിൻ്റെ പേര് പറയാം, ഒരു കുരുവി ഒരു മരം എന്നാണ്. ആ പുസ്തകം എഴുതിയ കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങളാണ്. ആ പുസ്തകം എഴുതിയ കവിയുടെ പേര് NG ഉണ്ണികൃഷ്ണൻ എന്നാണ്. വേറൊരു കവിയുടെ പേര് പറയാം, ആരോഹണം ഒരു പുസ്തകം എഴുതി. ആരോഹണം എന്നുള്ള പുസ്തകം എഴുതിയത് K ജയശീലൻ എന്നുള്ള കവിയാണ്. ഈ പേരുകളൊക്കെ ഇന്നും നമുക്ക് അജ്ഞാതമാണ്, അല്ലേ? ഇന്നും പൊതുവേ നമുക്ക് അജ്ഞാതമാണ് ഞാൻ പറഞ്ഞ ഈ പേരുകളൊക്കെ. സഹൃദയ സമിതി പ്രസിഡന്റ് രവി പുലിയന്നൂർ അധ്യക്ഷനായിരുന്നു. ജോണി ജെ പ്ലാത്തോട്ടം, രാധാകൃഷ്ണക്കുറുപ്പ്, D ശ്രീദേവി, ജിതോച്ചൻ, രാജു അരികര, ബാബുരാജ്, P മധുസൂദനൻ, വേണു കിഴുവംകുളം തുടങ്ങിയവർ പ്രസംഗിച്ചു.